ഇതേനുണ്ട് സാധനം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. അങ്ങനത്തെ മഴയായി മഴക്കാലമായിട്ടാ. ഇനിയിപ്പോൾ എൻ്റെ നാട്ടിൽ ഫുള്ളും വെള്ളവും വെള്ളപ്പൊക്കമൊക്കെ ആയിരിക്കും. എല്ലാ ആൾക്കാരും മീൻ പിടിക്കാനുള്ള ടൂൾസൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കട്ടെ. 2 ദിവസം ഇന്നങ്ങ് മഴ പെയ്തപ്പോൾ വെള്ളം പെട്ടെന്ന് കയറി. എൻ്റെ വീട്ടിലോട്ട് പിന്നെ റോഡാട്ടാ, മെയിൻ റോഡാണ് ഈ കാണുന്നത്, ഈ ടാറിട്ട് റോഡ്. ഇതിൻ്റെ 2 സൈഡിലും നെൽപ്പാടങ്ങളാട്ടാ. ഇത് കുറച്ചുകൂടി കഴിയുമ്പോൾ കണ്ടോ, മെയിനായിട്ട് ഞങ്ങളുടെ വെള്ളപ്പൊക്കം പോകുമ്പോൾ ഈ റോഡൊക്കെ മുങ്ങും. നല്ല വെള്ളം കയറി വന്ന് റോഡിൽ കൂടി വെള്ളം കവിഞ്ഞു വിടും കേട്ടോ. കാരണം നമ്മുടെ വണ്ടിയൊക്കെ പോകുന്ന സ്ഥലത്തൊക്കെ ഇതേ കണ്ടോ, വെള്ളം വന്ന് കിടക്കണ്ട. വെള്ളപ്പൊക്കത്തിൻ്റെ അവസ്ഥ കേട്ടോ ഈ കാണുന്നത്. ഒരു വീടാണ്, വീടിൻ്റെ കണ്ടത് ജനലിൻ്റെ ഇത്രയും പൊക്കത്തിൽ വെള്ളം കയറി. പിന്നെ വെള്ളം വരാമെന്ന് നോക്കിയാൽ മെയിൻ റോഡാണ് കേട്ടോ, വൈക്കത്തിന് പോണ റോഡാണ്. റോഡ് മൊത്തം മുങ്ങി, ആൾക്കാരൊക്കെ ഇല്ലാണ്ട് നീന്തി പാച്ചൊക്കെ പോകണം. വെള്ളം കൂടിക്കഴിഞ്ഞപ്പോൾ ഉറുമ്പുകളും എല്ലാം കൂടി കരയുള്ള ഭാഗം നോക്കി പിള്ളേരൊക്കെ അടിച്ചു പൊളിച്ച് നടക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. വെള്ളപ്പൊക്കം വന്നുള്ള ഏറ്റവും വലിയ വിഷയമാണ് കേട്ടോ. ഇതുപോലെയുള്ള പശുവിനെ വളർത്തണം അല്ലെങ്കിൽ മൃഗങ്ങളെയൊക്കെ വളർത്തണമൊക്കെ ഏറ്റവും വലിയ പ്രശ്നം ഞങ്ങളുടെ നാട്ടിൽ കേട്ടോ. കുറേ ഒടക്കോലക്കാരുണ്ട് കേട്ടോ, നമ്മുടെ കമ്പനിക്കാരൊക്കെ തന്നെ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് വലയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വലയിൽ വല്ലതും കിട്ടിയെന്നൊക്കെ പോയി നോക്കിയിട്ട് വരാം. അതിൻ്റെ നാറ്റിൻ്റെ മുഴുത്താണല്ലേ. ഇവിടെ ഒരു ഉടക്കോല ഇട്ടുണ്ട് കേട്ടോ, അതിനകത്ത് നിറച്ച് എന്തൊക്കെ മീൻ കയറി കിടപ്പുണ്ട്. വാള കയറി കിടക്കുന്നുണ്ട്. ഇത് കണ്ടത് ഉടക്കോലക്കകത്ത് മുറ്റു വാളയാട്ടോ. ഇത് ഇങ്ങോട്ട് മൊത്തം പുല്ലിനാട്ടാ, ആ വലയിൽ തന്നെ. ഇത് കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് കിടക്കി മൊത്തം പുല്ലിനാ. വലയോട് കൂടി വെള്ളത്തിൽ പോക്കി, ഇല്ലെങ്കിൽ ചിലപ്പോൾ പിടച്ചു പോകും. ഇനി എടുത്തിട്ടാ ഞാൻ വയമ്പാന്ന് തോന്നല്ലേ. മൊത്തം അതിനകത്ത് വേണ്ടൊക്കെ മീനുണ്ട്. എല്ലായിടത്തും വെള്ളം ശകലം കരയുള്ളു. ആ കരയിൽ വന്ന് പട്ടിയൊക്കെ ഒന്ന് കളിക്കണ്ട. ഇങ്ങോട്ട് നോക്കിയാണ്ട് വരും. കണ്ട് അവിടെ ഞങ്ങളുടെയൊക്കെ വണ്ടി ഫുള്ള് എടുത്ത് റോട്ടി കയറ്റി വെച്ച് കേട്ടോ. കാറൊക്കെ കലിങ്ങ കയറ്റിയിട്ടിരിക്കും. ഇരുട്ടായി കഴിയുമ്പോൾ നമുക്ക് പതിവ് പരിപാടി, നമുക്ക് പതിയെ ഇറങ്ങിയിട്ട് നമുക്ക് രാത്രി വല്ല മീൻ കിട്ടുമെന്ന് തപ്പി നോക്കാം കേട്ടോ. വീട്ടിലൊക്കെ വെള്ളമായി. ഇത് കണ്ടോ, കുറച്ചുകൂടി കയറി കഴിഞ്ഞാൽ വീടിനകത്ത് വെള്ളം കയറും കേട്ടോ. റോഡിൽ മൊത്തം വെള്ളം കയറി കിടക്കട്ടെ. അവളെയൊക്കെ നോക്കിയിരിക്കും കേട്ടോ. എന്നാങ്കിലൊക്കെ പ്രാണി എന്തെങ്കിലും വരികയാണെങ്കിൽ പിടിക്കാൻ വേണ്ടി ഇരിക്കും. അടുത്ത ആമ ഉള്ളിയും കരക്ക് കയറി ഇരിക്കും കേട്ടോ. വെള്ളപ്പൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെയൊക്കെ സമയം പോക്കിയതാ. റോട്ടിൽ കൂടിയൊക്കെ മീൻ നടക്കണ്ടാവും. അത് ഓടിപ്പോ കൊണ്ടു എന്ത് കാണിച്ച് കണ്ട നല്ല മുഴുത്ത താമരക്കാലം കൂടി. പതി ചരിച്ചത് പോലെ പൊക്കി അയ്യോ വലുതാണ്. കൊള്ളാം. ചദ്യ വലിച്ച കമ്പി ചരിച്ച് മേലോട്ട് പൊക്കില്ല. ഊരിട്ടോ അതിനകത്ത് എപ്പോഴും മേലോട്ട് പൊക്കിയെടുക്കണേ. കുളപ്പോയി കുഞ്ഞിനായിട്ട് ഇരിക്കണ്ട. സിലോപ്പിയുടെ കുഞ്ഞാ നിൽക്കുക. കരിമീൻപള്ളത്തിന് കുത്തുവാശ റോട്ടിൽ പോയി കട്ടപ്പുള ഇഴഞ്ഞു പോകണ്ട. ആടമ്പരായിരുന്നു കുഞ്ഞു, തീർത്തും പൊടിക്കുഞ്ഞു കേട്ടോ. മുഴുത്ത സിലോപ്പിയായിരുന്നു കേട്ടോ. ഇത് മറന്നു ഇതേനുണ്ട് സാധനം. അപ്പൊ എന്താകും നമ്മുടെ നാട്ടിലെ വെള്ളപ്പൊക്കത്തിൽ സ്ഥിതി എന്നൊന്നും അറിയാൻ വേണ്ട. നല്ലപോലെ വെള്ളം കൂടുതലാണ്.